പറഞ്ഞ ഒന്നുമില്ലായ്മയിൽ നിന്നെ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഈ വാക്കുകൾ ചിലർക്ക് പാട്ടാണ്, പക്ഷെ ഇതിനകത്തിരിക്കുന്ന ആൾമോസ്റ്റ് ആൾക്കാർക്ക് ഇത് പാട്ടല്ല, ഇത് സാക്ഷ്യമാണ്. ഹാഗർ വിചാരിച്ചു അവസാനം വരെ അബ്രഹാം ഹാഗറിനെ സഹായിക്കും, എന്നാൽ വഴിയിൽ വെച്ച് അബ്രഹാം ഹാഗറിനെ തള്ളിക്കളഞ്ഞു. ബൈബിൾ പറയുന്നു അബ്രഹാം അക്കാലത്ത് കണ്ടത് ഏറ്റവും വലിയ, തമിഴ് ബൈബിൾ പഠിക്കുന്നത് കൊണ്ട് തമിഴിലുള്ള വാക്ക് മനോഹരമാണ്. അബ്രഹാം സീമാനായിരുന്നാൽ മലയാളത്തിൽ വലിയ ഒരു പണക്കാരനായിരുന്നു. എന്നാൽ അബ്രഹാം വന്നിട്ട് ഹാഗറിനെ പറഞ്ഞയച്ചു വിട്ടപ്പോൾ കൊടുത്തു വിട്ടത് എന്താണ്? ഇച്ചിരി അപ്പവും ഒരു തുരുത്തി വെള്ളവും. ഞാൻ ചോദിക്കുകയാണ്, ഈ അബ്രഹാം വിചാരിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന് ഇരിക്കുന്ന പണത്തിന് ഒരു 6-7 മാസം ജീവിക്കാനുള്ള വസ്തുതയെങ്കിലും കൊടുത്തു വിട്ടിരിക്കാം. ഹാഗറിന് കൊടുത്തു വിട്ടിരിക്കാനുള്ള സമ്പത്ത് എന്തുണ്ട്? ആരുടെ കയ്യിലുണ്ട്? അബ്രഹാമിന്റെ കയ്യിൽ ഉണ്ട്. ഏതാ നമ്മളെ നാട്ടിൻപുറത്തിൽ പറയത്തില്ലേ, അറുത്ത കൈക്ക് ആ ക്യാരക്ടറാണ് ആര്? ഈ അബ്രഹാം. ഒന്നും കൊടുത്തു വിട്ടില്ല. അതുകൊണ്ട് കർത്താവ് തീരുമാനിച്ചു, ഈ മനുഷ്യൻ ഹാഗറിനെ മറക്കാതിരുന്നാൽ അവസാനം വരയ്ക്ക് ഹാഗറിന് ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. എന്നാൽ അബ്രഹാം മറന്ന് നീ പുറത്തു വന്നാൽ അബ്രഹാമിന് തരുവാൻ കഴിയാത്ത നീറുറവകൾ എനിക്ക് തരുവാൻ കഴിയാം. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം ഈ ആരാധനയുടെ ആരംഭ വേളകളിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് പറയുകയാണ്. ചിലരൊക്കെ മറന്നത് തിന്മയ്ക്ക് വേണ്ടിയല്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ നന്മകളെ അനുഭവിപ്പാൻ വേണ്ടിയാണ് ചിലർ മറന്നത്. അബ്രഹാം മറന്നതിനായി സ്തോത്രം. ഓ ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞ അബ്രഹാം മറന്നതിനായി സ്തോത്രം. ചിലരൊക്കെ നിങ്ങളെ മറന്നതിനായി സ്തോത്രം. ചിലരൊക്കെ നിങ്ങളെ കാണാതെ പോയതിനായി സ്തോത്രം. കാരണം അവർ മറന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ തുരുത്തിയിൽ തന്നെ വെള്ളം കുടിക്കുമായിരുന്നു. എന്നാൽ അവർ മറന്നതിന്റെ അടയാളമാണ് കർത്താവ് എനിക്ക് നീറുറവകൾ തുറന്നു തന്നത്.